സമയം മുൻപ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും പുറത്തെത്തിച്ചിട്ടുണ്ട്. എന്നാൽ 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ഈ 3 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. 2 പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ സാബു നമുക്കൊപ്പം ചേരുന്നു. സാബു, നമസ്കാരം. സാബു, വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. താങ്കൾ അവിടെ എത്തിയപ്പോൾ എന്താണ് താങ്കൾ കണ്ടത്? ഇപ്പോൾ അവിടെയുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല, നല്ല ബ്ലോക്കാണ്. എത്തിച്ചേരാൻ പറ്റിയില്ല. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ അവിടെ ഉണ്ട്. 3 പേര് മരണപ്പെട്ടു. 3 പേരുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. അവരെ അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എപ്പോഴായിരുന്നു സാബു ഈ സംഭവം? സാബു കേൾക്കാം. എപ്പോഴായിരുന്നു സംഭവം? കേൾക്കാം. 6 മണി കഴിഞ്ഞ്. 6 മണി കഴിഞ്ഞ്. മൂടൽമഞ്ഞിലൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ബ്രേക്ക് പോയതാണോ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലേ? പ്രാഥമികമായിട്ടുള്ള അറിവ് ബ്രേക്ക് പോയതാണ്. ഓക്കെ. ആ വലിയ താഴ്ചയായിരുന്നു അല്ലേ ഇടതുഭാഗത്ത്? ആ ഒരു മരത്തെ തട്ടിയില്ലെങ്കിൽ ഒരു 10-600 അടി താഴ്ചയിലേക്ക് വണ്ടി പോകാന്. അത്രയും അഗാധമായ ഒക്കെയാണ്. ഓക്കെ ഓക്കെ. അപ്പം ആ മരത്തിൽ തങ്ങി നിന്നതുകൊണ്ട് തൽക്കാലം 3 പേരിൽ ഒതുങ്ങി അല്ലേ? ഒതുങ്ങി. അല്ല, വലിയ ദുരന്തം ഉണ്ടായേനെ. തമിഴ്നാട് ബസ് പോയ സ്ഥലത്താണ്. അതേ സ്ഥലത്താണോ അവിടെ അങ്ങനെ ഒരു അപകടം നടന്നിരുന്നോ? നേരത്തെ വലിയൊരു അപകടം നടന്നിരുന്നു. തമിഴ്നാട് ട്രാൻസ്പോർട്ട് ഇതേ സ്പോട്ടില് മറിഞ്ഞിരുന്നു. കുറെ ആളുകൾ അന്ന് മരണപ്പെട്ടിരുന്നു. വളവുള്ള സ്ഥലമാണോ ഇത്? വളഞ്ഞു വരുന്ന പ്രദേശമാണ്? ചെറിയ വളവുള്ള സ്ഥലമാണ്. എന്നാലും ഇപ്പൊ വണ്ടി പോയിരിക്കുന്ന റോഡിന്റെ അവിടുന്ന് ഒരു 20 അടി താഴ്ച. അതാണ്. ഓക്കെ. അതായത് അന്ന് പുല്ലുപാറയിൽ തമിഴ്നാട് ബസ് മറിഞ്ഞ അതേ സ്പോട്ടിലാണോ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്? അതേ സ്പോട്ട്. അവിടെ ഏകദേശം അടുത്തടുത്ത് തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ ശ്രീ സാബു, പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ നാട്ടുകാരുടെ ആരെങ്കിലും ആളുകൾ അവിടെ ഉണ്ടോ? നമുക്കൊന്ന് ഫോണിൽ ബന്ധപ്പെടാൻ പറ്റിയ ആരെങ്കിലും ഈ സ്പോട്ടിലുണ്ടോ? ഞാൻ അവിടെ പഞ്ചായത്ത് മെമ്പറെ കണക്ട് ചെയ്ത് തരാം.